അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളെ യാത്രയൊക്കെ അവസാനിപ്പിച്ചിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ. നാട്ടിൽ വന്നിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആണ് ഇന്ന് രാവിലെ നമ്മൾ കുറച്ച് വർക്കിലൊക്കെ ആയിരുന്നു. അതായത് വീട്ടിൽ വന്നതിന് ശേഷം കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് നമുക്കൊരു കോൾ വന്നത്. വളരെ സന്തോഷമുള്ളൊരു കോളായിരുന്നു. അമേരിക്കയിൽ നിന്ന് നമുക്കൊരു സാധനം കൊറിയർ വന്നെന്ന് പറഞ്ഞു. കൊറിയർ ആരും വിളിച്ചു കേട്ടോ. അപ്പം അത് എന്താണെന്നും അതിൻ്റെ അൺബോക്സിങ്ങും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ അമ്മയെ കാണിച്ചില്ലായിരുന്നു, നിങ്ങൾക്ക് അമ്മയെ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ സാധനം വരും എന്ന് പറഞ്ഞ് വിളിച്ചോട്ടോ. അപ്പോൾ അത് നമുക്ക് കളക്ട് ചെയ്യണം. അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞത്. അപ്പം ഇത്ര നാൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. രാവിലെ എന്താ പരിപാടി എന്തെന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ വട്ടം പോകുന്നതിന് മുമ്പേ ഞാൻ ഇവിടെയൊക്കെ നിന്നാണ് ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്, നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ. പക്ഷേ ഞങ്ങൾ പോയിട്ട് വന്നപ്പോഴത്തേക്ക് കണ്ടോ ഫുള്ള് കാടായി. ഇവിടെ എല്ലാം ഫുള്ള് കാട് കയറിയിട്ട് ഇനിയിപ്പോൾ ഈ കാടെല്ലാം ഇങ്ങനെ വെട്ടി തുടങ്ങിയതേ ഉള്ളൂ. കാടെല്ലാം വെട്ടണം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുറച്ച് നമ്മുടെ വീട്ടിൽ കുറച്ച് കൃഷിയൊക്കെ അമ്മ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. അതൊക്കെയാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അതിനുമ്പോൾ പിന്നെ വേറെ പരിപാടി ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ വണ്ടിയിൽ ഫുള്ള് സാധനങ്ങളെല്ലാം നമ്മൾ ഇറക്കി കേട്ടോ. എല്ലാ സാധനവും നമ്മൾ നിലത്തിരുന്ന സാധനങ്ങളെല്ലാം ഇറക്കി ഫുള്ള് ഫ്രീ ആക്കിയുണ്ടോ. ഇപ്പോൾ ഒന്നുമില്ല, ഗ്യാസ് അടുപ്പ് എല്ലാം മാറ്റി. ഇനി ബെഡിൻ്റെ ഇത് വെച്ചാൽ ഈ ബെഡിൻ്റെ സെറ്റിങ്സ് എന്ന് പറയുന്നത് ഇത് നെട്ടും ബോൾട്ടാണ് കേട്ടോ. നമുക്ക് അയച്ചെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. അതിന് അയക്കണോ വേണ്ടതെന്ന് ഞാൻ ഇപ്പോൾ തീരുമാനിച്ചില്ല. എന്തായാലും ഇപ്പോൾ എവിടെയും പോകുന്നില്ല. ഇപ്പോൾ 7 ദിവസം നമ്മൾ ക്വാറൻറ്റൈൻ തന്നെയാണ്. പിന്നെ വണ്ടി ഒന്ന് വർക്ക്ഷോപ്പിലൊക്കെ പോകണം. അത് പിന്നെ നമുക്ക് ചെയ്യാൻ കേട്ടോ. ഇപ്പോൾ എവിടെയും പോകുന്നൊന്നുമില്ല വർക്ക്ഷോപ്പിൽ. ഇപ്പോൾ ഞാൻ 7 ദിവസം കഴിഞ്ഞിട്ട് പുറത്തോട്ട് പോകത്തുള്ളൂ. അതെല്ലാം ഒന്ന് റെഡിയാക്കണം, ഒന്ന് വർക്ക്ഷോപ്പിലൊക്കെ ഒന്ന് കാണിക്കണം. അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ പരിപാടി നടന്നത്. അപ്പോൾ നമുക്കിപ്പോൾ കൊറിയർ ഇപ്പോൾ വരും. അതിന് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം നമ്മളെ എന്താണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ സമ്മാനം കേട്ടോ. അമേരിക്കയിൽ നിന്ന് വന്ന് പറഞ്ഞില്ലേ, ഇതെല്ലാവരും ഒരുപാട് കണ്ടിട്ടുണ്ടോ, യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ കണ്ടിട്ടുള്ള സംഭവം തന്നെയാണ്. യൂട്യൂബിൻ്റെ പ്ലേ ബട്ടൺ 1,00,000 സബ്സ്ക്രൈബർ ആകുമ്പോൾ യൂട്യൂബ് നമുക്ക് തരുന്നതാണ്. ഇത് ഞാൻ ട്രിപ്പ് പോയ സമയത്ത് അപ്ലൈ ചെയ്തു. ഇപ്പോൾ കറക്റ്റ് ഞാൻ നാട്ടിൽ വന്നപ്പോൾ കറക്റ്റ് കൈ കിട്ടി കേട്ടോ. ഞാൻ ഉള്ളപ്പോൾ തന്നെ നമുക്കിത് കളക്ട് ചെയ്യാൻ പറ്റി. പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്തതിന് തന്നൊരു സമ്മാനമാണ് കേട്ടോ. ഒരു അവാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ യൂട്യൂബ് പ്ലേ ബട്ടൺ കിട്ടിയിരിക്കുകയാണ് ഗൈസ്. ജിക്കി വാ നമുക്ക് അൺബോക്സ് ചെയ്യാമല്ലോ. ജിക്കി വാ, ഓടി. അപ്പോൾ നമ്മളിത് അൺബോക്സ് ചെയ്യാൻ പോകണം കേട്ടോ. നമ്മളെ യൂട്യൂബിൻ്റെ പ്ലേ ബട്ടൺ ഇതൊരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്, എങ്കിലും നമുക്കായിട്ട് കിട്ടിയതല്ലേ. എൻ്റെ പേരിൽ നമ്മളെ സോളോ ട്രാവലർ എന്നുള്ള പേരാണ് വരുന്നത് കേട്ടോ, എൻ്റെ പേരല്ല. എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാമല്ലോ അതിനകത്ത്. ആ ഫാനങ്ങ് ഓഫ് ചെയ്യാം, ഭയങ്കര സൗണ്ട്. അങ്ങനെയല്ല, ഇത് മാത്രമല്ല, ഇത് ഇങ്ങനെയല്ല. യെസ്. അപ്പോൾ ഇതാണ് നമ്മളെ പ്ലേ. തുറന്നാ മതി. എന്തൊക്കെ ഉണ്ട് അതിനകത്ത്? സിൽവർ പ്ലേ ബട്ടൺ കേട്ടോ. യൂട്യൂബിൻ്റെ സിൽവർ പ്ലേ ബട്ടൺ പ്രസൻറ്റഡ് ടു ദ സോളോ ട്രാവലർ ഫോർ പാസിങ് ഒരു 1,00,000 സബ്സ്ക്രൈബേഴ്സ് കേട്ടോ. പിന്നെ എന്താ ഉള്ളത്? പിന്നെ കുറച്ച് പേപ്പേഴ്സൊക്കെയാണ്. എന്താ അതൊരു റെക്കഗ്നൈസേഷൻ്റെ ഒരു പേപ്പറും പിന്നെ യൂട്യൂബിൻ്റെ ടീം, അതായത് അവിടുത്തെ CEO സൈൻ ചെയ്ത ഒരു സർട്ടിഫിക്കറ്റ് കേട്ടോ, നമുക്ക് 100K പാസ്സായതിൻ്റെ. അപ്പം ആദ്യമായിട്ടാണ് നമുക്ക് കിട്ടുന്ന ഒരു അവാർഡാണ്. പിന്നെ വേറെ ചെറിയൊരു പേപ്പറും കൂടി ഉണ്ട്. അത് ഇതുമായി ബന്ധപ്പെട്ട ഒരു അവാർഡിൻ്റെ കൺഗ്രാജുലേഷൻ ചെയ്തുകൊണ്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കിട്ടിയത്. നമ്മൾ കൈപിടിച്ച് അമ്മയ്ക്ക് സമർപ്പിക്കുന്നത്. ഇത് കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ അതും പോരാഞ്ഞിട്ട് ഓരോ പിന്നെ സബ്സ്ക്രൈബർ എനിക്ക് വിലപ്പെട്ടതാ. നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും എല്ലാം കൊണ്ടാണ് എന്റെ മോന് ഈ ഒരു അവാർഡ് കിട്ടിയത്. എനിക്ക് ഇതിൽ വളരെ 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 ഭയങ്കര ഓസ്കാറൊക്കെ കിട്ടിയ രീതിയിലൊക്കെയാണ് നിങ്ങളെ ഓരോ സബ്സ്ക്രൈബറിനെ വിലപ്പെട്ട്. പിന്നെ തീർച്ചയായിട്ടും സത്യത്തിൽ നമ്മള് എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ വലിയ കഴിവൊന്നും ഇല്ലായിരുന്നു. ഒരു പിന്നെ യൂട്യൂബിൽ നമുക്ക് ഇത് കിട്ടിയ തന്നെ വലിയൊരു കാര്യമായിട്ട് ആയിരുന്നു. ഇത്രയും വലിയൊരു അംഗീകാരം കിട്ടി. അപ്പോഴേ നമ്മളെ പ്ലേ ബട്ടൺ ഞാനും കൂടെ എടുത്താണ്. നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ പ്ലേ ബട്ടൺ നമുക്ക്. പക്ഷെ നമ്മളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കിതിപ്പോൾ ഇവിടെ തൂക്കിയിടാൻ പറ്റത്തില്ല, കാരണം നമ്മൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഇത് അടുത്ത വീട് മാറുമ്പോൾ ഇതുകൊണ്ട് ഇങ്ങനെ കൊണ്ടുപോകണം. അതുകൊണ്ട് ഞാൻ തൽക്കാലം തലമാരിക്കകത്ത് തന്നെ വയ്ക്കും. നമ്മൾ സ്വന്തമായിട്ട് എന്ന് വീട് വയ്ക്കുന്ന അന്ന് നമ്മൾ ഇത് തൂക്കിയിടും കേട്ടോ. അതുവരെ ഇത് പുറത്തോട്ട് എടുക്കത്തില്ല. ഓക്കെ. അപ്പം ഇനി വേറെ കാര്യമുണ്ട്. നമ്മുടെ അമ്മ കുറച്ച് ഇവിടെ ഞാൻ ഇല്ലാത്ത സമയത്ത് ഇവിടെ കുറച്ച് കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ, അതൊക്കെ ഒന്ന് കാണിച്ചു തരുത്തമ്മേ.
അതും കൂടി ഒരുപാട് കൃഷി ചെയ്തതെല്ലാം നമ്മളെ അയൽവക്കക്കാർക്ക് എല്ലാവർക്കും ഞാൻ കൊടുത്തല്ലേ. അപ്പൊ അതും കൂടി ഒന്ന് കാണാം കേട്ടോ. വേടാ നിക്കി ഈ ക്യാമറ കണ്ട പേടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഞാൻ തന്നെ വന്നപ്പോൾ ഞെട്ടിപ്പോയി കേട്ടോ. നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറേ സംഭവങ്ങൾ വീട്ടിൽ ഫുള്ളായിട്ട് മാറ്റങ്ങളാണ്. അപ്പോൾ ഒന്നേന്നോട്ട് തുടങ്ങാം നമുക്ക്. ഇവിടെ നിന്നോട്ട് തുടങ്ങാം കേട്ടോ. പൂക്കള് നട്ടത്. പൂക്കളോ? ഇത് ഈ പൂക്കള് നട്ടത് വേറൊന്നിനുമല്ല, നമ്മുടെ അടുത്തുള്ള കൃഷ്ണന് കൊടുക്കാൻ വേണ്ടി. അപ്പുറത്തെ അമ്പലമാണ് കേട്ടോ, കൃഷ്ണന്റെ പട്ടത്താനം കൃഷ്ണന്റെ അമ്പലമാണ്. കൃഷ്ണന് വേണ്ടിയിട്ടുള്ള. ഇതെന്ത് പൂ? ഇതാണ് ജമന്തിപ്പൂ. ജമന്തിപ്പൂ, റോസ്. നമ്മൾ ഇതൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ അമ്മയുടെ ചാനൽ ചെയ്യും കേട്ടോ. അത് അമ്മയുടെ ചാനൽ മിസ്സിസ് മാധവനാണ്. കുറെ നാളെ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. ഇത് റോസ്, ഇത് റോസ്. പിന്നെ കൃഷ്ണന് മെയിൻ ആയിട്ട് ഞാൻ മൊത്തവും തുളസി നട്ടിരിക്കുന്നത്. തുളസിമാല തുളസിമാല കെട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ മൊത്തം തുളസി നട്ടിരിക്കുന്നത്. ഇപ്പുറവും നട്ടിട്ടുണ്ട്. നീ കാടെല്ലാം ഇപ്പൊ എന്റെ വെട്ടുന്ന എന്റെ ജോലിയാണ് കേട്ടോ. ഇനി ഇതെല്ലാം വെട്ടണം. ഇവിടെയും തുളസി ഉണ്ട്. പിന്നെ അപ്പുറത്ത് ഇതാണ് വെജിറ്റബിൾ ആണ്. ഇതും കൃഷ്ണന് വേണ്ടിയിട്ട് നട്ട തുളസികളാണ്. അത്രയും കണ്ടോ. ഇവിടെ നല്ല അടിപൊളി പച്ചത്തക്കാളിയൊക്കെ പിടിച്ചിട്ടുണ്ടോ. തക്കാളിയായി. പിന്നെ ഇതൊക്കെ ചീത്തയായി പോയി കേട്ടോ. തക്കാളി, പച്ചമുളക്, വെണ്ടയ്ക്ക എല്ലാം ഉണ്ട് കേട്ടോ. അതെല്ലാം ഇവിടെ പിടിച്ചിട്ടുണ്ട്. പിന്നെ കുറേ ചീര. പിന്നെ ഇവിടെ ഈ ഭാഗത്തും പച്ചമുളകുകൾ. ഇതിൽ നിന്നൊക്കെ നമ്മൾ കുറെ പറിച്ചെടുത്ത്. പച്ചമുളകും ചീരയും അങ്ങനെ കുറെ കൃഷികൾ നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. കാണിക്കാൻ തന്ന ഒരുപാടുണ്ട് കേട്ടോ. ഇനി എന്റെ പണി ഇനി മൊത്തം ഇവിടുത്തെ കാടെല്ലാം വെട്ടണം കേട്ടോ. വഴുതനങ്ങ എല്ലാം പിടിച്ച്. അപ്പൊ വീട്ടിലെ ചെറിയൊരു തോട്ടം നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ് കേട്ടോ. അതെല്ലാം ഒന്ന് വൃത്തിയാക്കണം. ഇവിടെ ഭയങ്കരമായിട്ട് കാട് കയറി. പെട്ടെന്ന് മഴ പെയ്യുമ്പോഴേ, ഒരാഴ്ച മഴയായിരുന്നല്ലോ, മഴയിൽ ഒരുപാട് കാട് കയറി. അപ്പൊ എന്തായാലും നമുക്ക് 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയി. വളരെയധികം സന്തോഷം. പ്ലേ ബട്ടണും കിട്ടി കേട്ടോ. അപ്പം എന്താ പറയുക, വളരെയധികം സന്തോഷമുള്ളൂ. വേറെ ഒന്നും പറയില്ല. എന്തായാലും അത് നമ്മൾ സൂക്ഷിച്ച് വെച്ചേക്കാം. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് വളരെയധികം നന്ദി. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ദിവസം യാത്രയും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ വീട്ടിൽ തന്നെ കാണും. 7 ദിവസം കഴിഞ്ഞ് ഇനി അടുത്ത എന്താ പരിപാടി എന്നൊന്നും ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. പിന്നെ എന്തും പറയാനുണ്ടോ? വളരെയധികം സന്തോഷം. ഇത് തന്നെ ഏറ്റവും വലിയ കാര്യം. അപ്പൊ എന്തായാലും ഇത്രയും ചെറിയൊരു വീഡിയോ ആണ്. ഇത്രയും നമ്മളെ സപ്പോർട്ട് ചെയ്തതിന് തുടർന്ന് എല്ലാവരും. അതെ. ഇനി അടുത്ത് നമുക്ക് ഇന്ത്യക്ക് പുറത്തൊക്കെ യാത്ര ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ അനസ്മോനെ ഒന്ന് പോയി കാണണം. അതൊക്കെ നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ വീണ്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.